ചോദ്യപേപ്പർ കണ്ടപ്പോൾ അവൾ അത്ഭുതപ്പെട്ടു. ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിന് സമാനമായിരുന്നു. അവൾ പെട്ടെന്ന് പിന്നിലിരിക്കുന്ന ഗ്രേസിനോട് കാര്യം പറഞ്ഞു. പക്ഷേ അവൾക്ക് ഉത്തരമൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു ഡസ്റ്റർ പറന്നു വന്നു. അവരുടെ സംഭാഷണം എക്സാമിനർ കാണുന്നുണ്ടായിരുന്നു. അവൾ 1 മിനിറ്റിനുള്ളിൽ ടെസ്റ്റ് പൂർത്തിയാക്കി. തുടർന്ന് എക്സാമിനർ നോക്കാതിരുന്നപ്പോൾ പെൻസിലിൽ നിന്ന് പേനയിലേക്ക് മാറ്റി. തുടർന്ന് അവൾ ഇറേസറിൽ ഉത്തരങ്ങൾ എഴുതി. ഉത്തരങ്ങൾ ഇറേസറിലാണെന്ന് അവൾ ഗ്രേസിന് സിഗ്നൽ കൊടുത്തു. തുടർന്ന് ലിൻ തന്റെ ഇടത് ഷൂ ഊരി മാറ്റി. പെട്ടെന്ന് ഇറേസർ ഷൂവിലേക്ക് ഇട്ടു. പിടിക്കപ്പെടുമെന്ന് ഭയന്ന് ഗ്രേസ് ശ്വാസം അടക്കി പിടിച്ചു. എക്സാമിനർ വേറെ എവിടെയോ നോക്കിയ നേരം അവൾ ഷൂ ഗ്രേസിന്റെ അടുത്തേക്ക് തട്ടി നീക്കി. ഒടുവിൽ അവർ ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. ഗ്രേസ് തന്റെ വലത് ഷൂ ഊരിമാറ്റി. പക്ഷേ അമിതമായ ബലപ്രയോഗം കാരണം ഷൂ ദൂരെ പോയി നിന്നു. അവർ പെട്ടെന്ന് പരിഭ്രാന്തരായി. ഭാഗ്യവശാൽ ഈ നിർണായക നിമിഷത്തിൽ എക്സാമിനർ അവരെ ശ്രദ്ധിച്ചിരുന്നില്ല. അവൾക്കൊരു ഐഡിയ തോന്നി. അവൾ വേഗം തന്റെ മേശയിൽ നിന്ന് പരീക്ഷാ പേപ്പർ എടുത്ത് നേരെ പോഡിയത്തിലേക്ക് നടന്നു. പോകും വഴി ഷൂവും എടുത്തു. എന്നിട്ട് സ്ക്രാപ്പ് പേപ്പറിൽ പേരെഴുതണോ എന്ന ബാലിശമായ ഒരു ചോദ്യം ചോദിച്ചു. ലിൻ മുമ്പൊരിക്കലും ഒരു പരീക്ഷ എഴുതിയിട്ടില്ലേ എന്ന് ടീച്ചർ ചോദിച്ചു. ലിൻ അയാളുടെ കാഴ്ച തടയാൻ ഈ അവസരം ഉപയോഗിച്ചു. ഇത് കണ്ടപ്പോൾ ഗ്രേസ് പെട്ടെന്ന് അകത്തുനിന്ന് ഇറേസർ പുറത്തെടുത്തു. എല്ലാ ഉത്തരങ്ങളും കണ്ടപ്പോൾ അവൾ അത്യധികം സന്തോഷിച്ചു. രണ്ടാം ഭാഗത്തിനായി സബ്സ്ക്രൈബ് ചെയ്യൂ.